ഹലോ മൈ ഡിയർ നയൻറ്റീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈസ് മാറ്റർ അറൌണ്ട് എ സ്ഫിയർ എന്നുള്ള കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടേമിലെ പോർഷൻ ആണ്. ഒരേ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുള്ള അസർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേറ്ററി വീഡിയോയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ 2 വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് അസർഷൻ റീസണിങ് ടൈപ്പിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. എല്ലാ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ്. ആ 2 സ്റ്റേറ്റ്മെന്റ്സിനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ അസർഷൻ എന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ റീസൺ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ഓപ്ഷൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ തന്നെയാണ് നമ്മൾ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ബി, സി, ഡി എന്നുണ്ടായിരിക്കും. അതില് ഓപ്ഷൻ എ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. അതുപോലെ അസർഷനും റീസണും അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആ 2 സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഓപ്ഷൻ എ എന്ന് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി എപ്പോഴാണ് മാർക്ക് ചെയ്യേണ്ടത്? അസർഷനും റീസണും ട്രൂ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന 2 സെന്റൻസസും ട്രൂ തന്നെയാണ്. പക്ഷെ ഇവയെ കണക്ട് ചെയ്യുന്ന ഒരു മീനിങ് ഉണ്ടാവില്ല. അതായത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. പക്ഷെ ഇത് മാച്ചിങ് ആയിരിക്കും. അതായത് അതിന് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിലാണ് ഓപ്ഷൻ ബി എടുക്കേണ്ടത്. ഓപ്ഷൻ സി എടുക്കേണ്ടത് അസർഷൻ ട്രൂ ആണ് പക്ഷെ റീസൺ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിലാണ്. അതായത് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ഓപ്ഷൻ സി എടുക്കാം. ഓപ്ഷൻ ഡി എടുക്കേണ്ടത് അസർഷൻ ഫോൾസ് ആണ് പക്ഷെ റീസൺ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടായിരിക്കും. ഞാനൊന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾ 2 സ്റ്റേറ്റ്മെന്റും വായിക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഫോൾസ് ആണെന്ന് വിചാരിക്കാം. അസർഷൻ വായിക്കുമ്പോൾ തന്നെ അത് ഫോൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഓപ്ഷൻ ഡി എന്ന് മാർക്ക് ചെയ്യാം. കാരണം അസർഷൻ ഫോൾസ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോ ആദ്യം വായിക്കുന്ന സെന്റൻസ് തന്നെ നിങ്ങൾക്ക് ഫോൾസ് എന്ന് മനസ്സിലായാൽ ഓപ്ഷൻ ഡി എന്ന് മാർക്ക് ചെയ്യാം. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു, അത് ഫോൾസ് അല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിലോ പിന്നെ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് മാർക്ക് ചെയ്യുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്യാം. ഇനിയുള്ളത് ഓപ്ഷൻ എയും ബിയും ആണ്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഓപ്ഷൻ എ, മീനിങ് ഫുൾ ബന്ധമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് നമ്മൾ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസിലോട്ട് പോവേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, ഫോൾസ് ആണെങ്കിൽ അപ്പൊ തന്നെ ഡി എന്ന് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവേ വേണ്ട. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അത് ഫോൾസ് ആണെങ്കിലോ ഒന്നും നോക്കണ്ട, സി എന്ന് മാർക്ക് ചെയ്യാം. ഇനി രണ്ടും ട്രൂ ആണെങ്കിൽ ഇത് തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ എ, ബന്ധമൊന്നും ഇല്ലെങ്കിൽ ബി. ഇങ്ങനെയാണ് അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ ഈസ് മാറ്റർ അറൌണ്ട് എ സ്ഫിയർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അസർഷൻ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ്? When a beam of light is passed through a colloidal solution placed in a dark place, the path of the light becomes visible. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. ഇതിനെ ടിൻഡൽ എഫക്റ്റ് എന്നാണ് നമ്മൾ പറയാം. കൊളോയിഡൽ സൊല്യൂഷൻ ഒരു ഡാർക്ക് പ്ലേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ path of the light becomes visible. So which means it is a true statement. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി അല്ല. ഇനി റീസൺ വായിക്കുക. ലൈറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ആ പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ ആയിട്ട് മാറിയത്. അപ്പൊ എ എന്ന് പറയുന്ന അസർഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്. ഇവ തമ്മിൽ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടും അസർഷനും റീസണും ട്രൂ ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. കാരണം ലൈറ്റ് is scattered by the colloidal particles and because of that the path of the light becomes visible. മനസ്സിലായല്ലോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം.
ആദ്യത്തെ അസർഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ മിക്സ്ചർ ഓഫ് ബെൻസോയിക് ആസിഡ് ആൻഡ് നാഫ്തലീൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ക്രിസ്റ്റലൈസേഷൻ ഫ്രം വാട്ടർ. നമ്മള് ഒരു മിക്സറിൽ നിന്ന് എങ്ങനെയാണ് സബ്സ്റ്റൻസസിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പഠിച്ചു. അപ്പൊ ബെൻസോയിക് ആസിഡും നാഫ്തലീനും നമുക്ക് ക്രിസ്റ്റലൈസേഷൻ വഴി തന്നെ സെപ്പറേറ്റ് ചെയ്യാവുന്ന സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ അതുകൊണ്ട് അസർഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ വായിക്കുക. ബെൻസോയിക് ആസിഡ് ഇസ് സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ ബട്ട് നാഫ്തലിൻ ഇസ് ഇൻസോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. രണ്ടും ഒരു ബന്ധമുണ്ട്. ഹോട്ട് വാട്ടർ വെച്ചുകൊണ്ട് നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ചെയ്യാനുള്ള കാരണം ഇതാണ്. ബെൻസോയിക് ആസിഡ് ഹോട്ട് വാട്ടറിൽ സോല്യൂബിൾ ആണ്, പക്ഷെ നാഫ്തലിൻ ഇസ് ഇൻസോല്യൂബിൾ. അപ്പൊ ഇവിടെയും ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ ഉത്തരം. അസർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസർഷൻ എന്നുള്ളതാണ് ഇവിടുത്തെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാം. A solution of table salt in a glass of water is homogeneous. Solution of table salt in a glass of water is homogeneous mixture എക്സാമ്പിൾ ആണ് അല്ലെ. ഒരു ടേബിൾ സോൾട്ട് വെള്ളത്തില് എന്താ പറയാ നമ്മൾ ഡിസോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഇസ് എ ഹോമോജനസ് ലിക്വിഡ് അല്ലെ. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? എ സൊല്യൂഷൻ ഹാവിംഗ് ഡിഫറെന്റ് കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഇസ് ഹോമോജനസ് ആണോ? ഡിഫറെന്റ് കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്ന് പറയുന്നത് ഹെട്രോജനസ് എന്നാണ്. അപ്പോ അസർഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, പക്ഷെ റീസൺ ഫാൾസ് ആണ്. റീസൺ ഫാൾസ് ആയാൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് എഴുതാം? ഓപ്ഷൻ സി എന്ന് എഴുതാം. അസർഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫാൾസ് ആണ്. കാരണം സൊല്യൂഷൻ ഹാവിംഗ് ഡിഫറെന്റ് കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഇസ് കോൾഡ് ഹെട്രോജനസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി എന്നാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് വായിക്കാം. അസർഷൻ വായിക്കാം ആദ്യം അല്ലെ. എ മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് ബെൻസോയിക് ആസിഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഷേക്കിംഗ് വിത്ത് ഈതർ. ഷുഗറും ബെൻസോയിക് ആസിഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈതർ ഉപയോഗിച്ചുകൊണ്ട് ഷേക്ക് ചെയ്താൽ മതി. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷുഗർ ഈസ് ഇൻസോൾയൂബിൾ ഇൻ വാട്ടർ. ഷുഗർ ഇൻസോൾയൂബിൾ ഇൻ വാട്ടർ ആണോ? അല്ല. ഷുഗർ ആക്ച്വലി ഈതറിലാണ് ഇൻസോൾയൂബിൾ ആയിട്ടുള്ളത്, വാട്ടറിൽ സോൾയൂബിൾ ആണ്. അപ്പോ സി ആണ്. അതായത് റീസൺ ഫാൾസ് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാണ്. കാരണം ഇതാണ്, റീസൺ എഴുതിയിരിക്കുന്നത് ഷുഗർ ഈസ് ഇൻസോൾയൂബിൾ ഇൻ വാട്ടർ. അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഷുഗർ ഇസ് സോൾയൂബിൾ ഇൻ വാട്ടർ അല്ലെ. അടുത്ത ചോദ്യം. ഇൻ സബ്ലിമേഷൻ എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു വേപ്പർ വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് വൈസ് വേഴ്സ. സബ്ലിമേഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഡെഫിനിഷൻ ആണ് അതല്ലേ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്നു വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ വൈസ് വേഴ്സ വെച്ചാൽ ഫ്രം വേപ്പർ ടു സോളിഡ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റിലേഷൻ ഇൻവോൾവ്സ് ടു പ്രോസസ്സസ്, ദാറ്റ് ഈസ് വേപ്പറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ. നമുക്കറിയാം ഡിസ്റ്റിലേഷനിൽ ആദ്യം വേപ്പറൈസ് ചെയ്യുന്നു, അതിനെ കൂൾ ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടൻസ് ചെയ്തെടുക്കുമ്പോൾ ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതും ട്രൂ ആണ്. അപ്പോ അസർഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്. പക്ഷെ ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് സബ്ലിമേഷന്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്, ഡിസ്റ്റിലേഷന്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. അസർഷനും റീസണും ട്രൂ ആണ്, പക്ഷെ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസർഷൻ. അപ്പോ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് എഴുതേണ്ടത്. അപ്പൊ രണ്ടും ട്രൂ ആണ്. രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ എ എന്ന് എഴുതണം, കണക്ഷൻ ഇല്ലെങ്കിൽ ബി എന്ന് എഴുതണം. അപ്പൊ ഇവിടുത്തെ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി എന്നാണ് എഴുതുന്നത്. കാരണം ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്, തമ്മിലൊരു ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. അടുത്തത്, ട്രൂ സൊല്യൂഷൻ എക്സിബിറ്റ്സ് ടിൻഡൽ എഫക്ട്. ട്രൂ സൊല്യൂഷൻ ടിൻഡൽ എഫക്ട് എക്സിബിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അസർഷൻ വായിച്ചപ്പോ തന്നെ മനസ്സിലായി എന്താണ്? ഇത് ഫോൾസ് ആണ്. ടിൻഡൽ എഫക്ട് എക്സിബിറ്റ് ചെയ്യുന്നത് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. അപ്പോ അസർഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ഡി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അസർഷൻ ഇസ് ഫോൾസ്. ഇനി റീസൺ നോക്കുക. പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ ഇൻ സൈസ് ഇൻ ട്രൂ സൊല്യൂഷൻ, ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അസർഷൻ ഇസ് ഫോൾസ് ബട്ട് റീസൺ ഇസ് ട്രൂ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, colloidal solutions are stable and the colloidal particles do not settle down. Colloidal solution stable ആണ്, particles settle down ചെയ്യുന്നില്ല. Particles settle down ചെയ്യുന്നത് ഏത് തരം ലിക്വിഡിലാണ്? അത് സസ്പെൻഷനിലാണ് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അല്ലെ. കൊളോയിഡിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല, ദേ ആർ സ്റ്റേബിൾ. അപ്പൊ അതുകൊണ്ട് എ എന്ന് പറയുന്ന അസർഷൻ എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ വായിക്കുക. Brownian movement counters the force of gravity acting on colloidal particles. ഈ Brownian movement എന്ന് വെച്ചാൽ കൊളോയിഡൽ സബ്സ്റ്റൻസസിലുള്ള പാർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും they are in constant random motion. ആ ഒരു റാൻഡം മോഷന് കൊടുക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്നുള്ള പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. കൊളോയിഡൽ പാർട്ടിക്കിൾസ്
എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റിന് പറയുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ആ ബ്രൗണിയൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റാത്തത്. റീസൺ ട്രൂ ആണ്. ഈ അസർഷനും റീസണും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കാരണമാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പോ എയും ട്രൂ ആണ്, ബിയും ട്രൂ, റീസണും ട്രൂ ആണ്. ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കേണ്ടത്? ഓപ്ഷൻ എ ആണ് എടുക്കേണ്ടത്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടുത്ത ചോദ്യം, a solution of table salt in a glass of water is homogeneous. അറിയാം, അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഒരു ടേബിൾ സോൾട്ടിന്റെ സൊല്യൂഷൻ ഇസ് എ ഹോമോജനസ് മിക്സർ. A solution having different composition throughout is homogeneous. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ ഇത് റീസൺ ഫാൾസ് ആണ്. കാരണം സൊല്യൂഷൻ ഹാവിംഗ് ഡിഫറെന്റ് കോമ്പോസിഷനെ നമ്മൾ ഹെട്രോജനസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അസർഷൻ മാത്രമാണ് ട്രൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത്, impure benzoic acid can be purified by sublimation. ബെൻസോയിക് ആസിഡിന്റെ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ബെൻസോയിക് ആസിഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സബ്ലിമേഷൻ പ്രോസസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ട്രൂ ആണ്. കാരണം ബെൻസോയിക് ആസിഡ് സബ്ലൈം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. റീസൺ ബെൻസോയിക് ആസിഡ് സബ്ലൈംസ് ഓൺ ഹീറ്റിംഗ്. അതും ട്രൂ ആണ്. രണ്ടും ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ബെൻസോയിക് ആസിഡിലെ ഇമ്പ്യൂരിറ്റീസ് സബ്ലൈം ചെയ്യില്ല. അതേസമയം പ്യുവർ ആയിട്ടുള്ള ബെൻസോയിക് ആസിഡ് മാത്രം എന്താവും? സബ്ലൈം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എയും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ടിൻഡൽ എഫക്ട് ഇസ് എൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. തീർച്ചയായിട്ടും ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആവുന്ന, ഒപ്റ്റിക്കൽ എന്ന് വെച്ചാൽ ലൈറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോഫെറിസിസ് ഇസ് എൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ്. ഇലക്ട്രോഫെറിസിസ് എന്ന് വെച്ചാൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തന്നെ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് കാണിക്കുന്നതാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. രണ്ടും ട്രൂ ആണ്. പക്ഷെ ഇവ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല അല്ലെ. ഒരെണ്ണം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, ഒരെണ്ണം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിന് പക്ഷെ ഈ റീസൺ കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി എന്നാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന് പറയുന്ന പേരാണ് ടിൻഡൽ എഫക്ട് എന്നുള്ളത്. അതേസമയം കൊയാഗുലേഷൻ ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുന്ന, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊളോയിഡലിലുള്ള പാർട്ടിക്കിൾസ് കൊയാഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അധികം പഠിക്കേണ്ട. പക്ഷെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ബട്ട് ദേ ഡു നോട്ട് ഹാവ് എനി കണക്ഷൻ ബിറ്റ്വീൻ ദം. അതുകൊണ്ടാണ് നമ്മൾ ബി എന്നുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്തത്. അടുത്തത്, മിക്സ്ചർ ഓഫ് അസിറ്റോൺ ആൻഡ് മെത്തനോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അസിറ്റോണും മെത്തനോളും നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ബോയിലിംഗ് പോയിന്റ്സ് ഇസ് വെരി ലെസ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ. രണ്ട് സബ്സ്റ്റൻസിന്റെ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ വളരെ കുറച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് 25 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണ് ഡിഫറൻസ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഇവ തമ്മിൽ ഒരു ബന്ധവും ഉണ്ട്. കാരണം ഈ കാരണം കൊണ്ടാണ് അസർഷൻ ട്രൂ ആയത്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം ഇവ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത അസർഷൻ റീസൺ എന്ന് വായിച്ചു നോക്കാം. ക്ലോറോഫോം ആൻഡ് ബെൻസീൻ ഫോം എ പെയർ ഓഫ് മിസിബിൾ ലിക്വിഡ്സ് and they are separated by fractional distillation. ക്ലോറോഫോമും ബെൻസീനും മിസിബിൾ ആണ്, മിക്സ് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡ്സ് ആണ്. അവയെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറോഫോം. ബോയിലിംഗ് പോയിന്റ് ബെൻസീന്റെ കുറവല്ല, അത് റീസൺ ഫാൾസ് ആണ് ഇവിടെ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസും ക്ലോറോഫോമിന്റേത് 60 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പൊ ഇൻഫാക്ട് ബെൻസീന്റെതാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത്. പക്ഷെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അവ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്, അതായത് 80യും 60യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അസർഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫാൾസ് ആണ്. ബെൻസീന് ക്ലോറോഫോമിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവല്ല, കൂടുതലാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, മിക്സ്ചർ ഓഫ് കാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ് cannot be separated by sublimation. നമുക്ക് അമോണിയം ക്ലോറൈഡും കാംഫറും ഈ സബ്ലൈം ചെയ്യുന്ന സബ്സ്റ്റൻസസുകളുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് സബ്ലിമേഷൻ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അമോണിയവും സബ്ലൈം ചെയ്യും, അമോണിയം ക്ലോറൈഡും സബ്ലൈം ചെയ്യും, അതുപോലെ ക്യാംഫറും സബ്ലൈം ചെയ്യും. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. കാരണം മിക്സ്ചർ ഓഫ് ക്യാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ് cannot be separated by sublimation. That is true. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യാംഫർ ഓൺ ഹീറ്റിംഗ് സബ്ലൈംസ്, അമോണിയം ക്ലോറൈഡ് ഡസ് നോട്ട്. അല്ലല്ലോ, രണ്ടും സബ്ലൈം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ അസർഷൻ ട്രൂ ആണ്, പക്ഷെ റീസൺ ഫോൾസ്. റീസൺ ഫോൾസ് ആയാലും ഏത് ഓപ്ഷൻ എടുക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബോത്ത് ക്യാംഫർ ആൻഡ് അമോണിയം ക്ലോറൈഡ്, അതായത് അത് രണ്ടും സബ്ലൈം ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ റീസൺ ഇവിടെ ഫോൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത അസർഷൻ, മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് M-nitrobenzene can be separated by shaking it with ether. ഗ്ലൂക്കോസും ഡൈനൈട്രോബെൻസീനും നമുക്ക് ഈതർ വെച്ച് ഷെയ്ക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസ് ഇസ് സോള്യൂബിൾ ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് ഇസ് സോള്യൂബിൾ ഇൻ വാട്ടർ, ബട്ട് അതും നമ്മളുടെ അസർഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലെ. അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്നാണ് എഴുതേണ്ടത്. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ, പക്ഷെ അത് തമ്മിലല്ല ഒരു കണക്ഷൻ ഉള്ളത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓപ്ഷൻ ബി എന്ന് എഴുതുന്നത്. അസർഷൻ ആയിട്ട് പറയുന്നത് ഹോട്ട് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ഫ്രം നാഫ്തലിൻ. നമ്മളൊരു ചോദ്യത്തിൽ വന്ന ഒരു കാര്യമായിരുന്നു ബെൻസോയിക് ആസിഡും നാഫ്തലിനും ഹോട്ട് വാട്ടർ ക്രിസ്റ്റലൈസേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് whenever a crystal is formed it tends to leave out the impurities. അതും ട്രൂ ആണ്, പക്ഷെ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഈ ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അസർഷനും റീസണും ട്രൂ ആണെങ്കിൽ പോലും ഓപ്ഷൻ ബി എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ 15ാമത്തെ ചോദ്യമായിരുന്നത്. അപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമന്റ് ആയിട്ട് എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.